ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 2022 നൊബേൽ പ്രൈസ് ജേതാക്കളെ കുറിച്ചാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു PSCയുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തരത്തിലാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ എല്ലാം കണക്ട് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മെഡിസിൻ 2022 മെഡിസിനിൽ, അതായത് വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് സ്വാൻഡെ പേബോയ്ക്കാണ്. ആർക്കാണ്? സ്വാൻഡെ പേബോ. അപ്പോൾ അതിന് തന്നെ ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഈ മെഡിസിൻ, വൈദ്യശാസ്ത്രം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈ പേവിഷവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ഈ പേവിഷം ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, മെഡിസിൻ എടുക്കും എന്നൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെ പേബോ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. സ്വാൻഡെ പേബോ. അദ്ദേഹം ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാം, ഏത് രാജ്യക്കാരനാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം വരാം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേവിഷമൊക്കെ വരണ എപ്പോഴാണ്? നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോഴല്ലേ. അങ്ങനെ സ്വീഡ് ആയിട്ടൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നോക്കാം. വംശനാശം സംഭവിച്ച മനുഷ്യരും പൂർവികരും ഉൾപ്പെടുന്ന ഒരു ജന്തുവർഗത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യ പരിണാമത്തിൻ്റെയും ജീനോമുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതായത് വംശനാശം സംഭവിച്ച ഹൊമിനിനുകളുടെയും മനുഷ്യ പരിമാണത്തിൻ്റെയും ജീനോമുകളെയും കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വംശനാശം സംഭവിച്ച ജീവവർഗങ്ങളുടെ ജനിതക ഘടന പുനർനിർമ്മിച്ച് വിശകലനം ചെയ്യുന്ന പാലിയോജെനോമിക്സ് ശാസ്ത്രശാഖയ്ക്ക് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോൾ ആ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം, പാലിയോജെനോമിക്സ് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ജെനോംസ്. ഏതാണ്? ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ജെനോംസ്. ഹോമിയോസാപ്പിയനുകളുടെയും ഏറ്റവും അടുത്ത പൂർവികരായിട്ടുള്ള നിയാണ്ടർതാലുകളുടെ ജനിതക ഘടന അദ്ദേഹം വിവരിച്ചു. ഡെനിസോവ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യവംശത്തെ കണ്ടെത്തി. പിന്നെ അതേപോലെ തന്നെ ഹോമിയോസാപ്പിയനുകളും നിയാണ്ടർതാലുകളും ഡെന്നിസോവകളുമായിട്ട് ഇടകലർന്നിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ ജനതിക സ്വാധീനം ആധുനിക മനുഷ്യരിലുണ്ടെന്നും അദ്ദേഹം സ്ഥാപിച്ചു. അതേപോലെ തന്നെ സ്വീഡിഷ് സയൻറ്റിസ്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 1982 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവാണ് പേബോയുടെ പിതാവായിട്ടുള്ള സുനെ ബെർഗ്സ്ട്രോം കേട്ടോ. അപ്പം സാൻഡെ പേബോ എന്ന് പറയുന്ന പോലെ തന്നെ സുനെ, സാൻഡെ എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സുനെ ബെർഗ്സ്ട്രോം. ഈ നൊബേൽ സമ്മാനത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1 കോടി സ്വീഡിഷ് ക്രോണറാണ് കേട്ടോ. ഒരു 7.5 കോടി രൂപയൊക്കെ ആയിട്ട് വരും ഇന്ത്യൻ റുപ്പിയാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു അവാർഡ് നൽകുന്നത് കരോളിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സ്റ്റോക്ക്ഹോം, സ്വീഡനിൽ കേട്ടോ. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് അല്ലെങ്കിൽ മെഡിസിനിൽ 2022 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? സ്വാൻഡെ പേബോ അല്ലേ, സ്വീഡിഷുകാരനാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഫിസിക്സിലെ 2022 നൊബേൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാന്ന് നോക്കാം. ജോൺ ക്ലോസർ ഉണ്ട്, അലൈൻ ആസ്പെക്റ്റ് ഉണ്ട്, ആൻറ്റൺ സിലിംഗർ ഉണ്ട് കേട്ടോ. ആരൊക്കെയാണ്? ജോൺ ക്ലോസർ USA ആണ്, അലൈൻ ആസ്പെക്റ്റ് ഫ്രാൻസ് ആണ്, ആൻറ്റൺ സെലിംഗർ ഓസ്ട്രിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് ഇത്രയും ഓർത്താൽ മതി. നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ബസ്റ്റോസിൻ്റെ സീലിംഗ് ആണ് യൂസ് ചെയ്തെന്ന് ആലോചിക്കുക കേട്ടോ. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ബസ്റ്റോസിൻ്റെ സീലിംഗ്. നമ്മൾ പറയില്ലേ, മഴയും വെയിലും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സീലിംഗ് ഒക്കെ ചെയ്യില്ലേ, ആസ്ബസ്റ്റോസിൻ്റെ ഒക്കെ സീലിംഗ് ചെയ്യില്ലേ. അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ബസ്റ്റോസിൻ്റെ സീലിംഗ്. ഞാൻ ഈ മഴയും വെയിലും എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഫിസിക്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ അതും ആയിട്ടൊന്ന് റിലേഷൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഫിസിക്സിലെ 2022 നൊബേൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണ്? ക്ലോസർ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ബസ്റ്റോസ്, ആസ്പെക്റ്റ്, സീലിംഗ്, സെലിംഗർ. ഓക്കെ, രാജ്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക്ഹോമിൻ്റെ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഇതിൻ്റെ എമൗണ്ട് ചോദിക്കുകയാണെങ്കിൽ 10 മില്യൺ സ്വീഡിഷ് ക്രോണർ ആണ്. അതേപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ നിർണായക സംഭാവനകൾക്കാണ് ഈ ഒരു പുരസ്കാരം ഈ 3 പേർക്കും കിട്ടിയിട്ടുള്ളത് കേട്ടോ. ക്വാണ്ടം മെക്കാനിക്സിലെ നിർണായക സംഭാവനകൾക്ക്. അതേപോലെ തന്നെ ക്വാണ്ടം ഇൻഫോർമേഷൻ സയൻസിന് തുടക്കമിടുകയും ഈ മേഖലയിലെ വിവിധ തരത്തിലുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവരെ ഈ ഒരു പുരസ്കാരത്തിന് അർഹരാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം അറിഞ്ഞിരിക്കണം, എൻറ്റാങ്കിൾഡ് ക്വാണ്ടം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് 2 കണികകൾ വേർപിരിയുമ്പോഴും ഒരൊറ്റ യൂണിറ്റ് എന്ന പോലെ പെരുമാറുന്ന എൻറ്റാങ്കിൾ ക്വാണ്ടം സ്റ്റേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക, എൻറ്റാങ്കിൾ ക്വാണ്ടം സ്റ്റേറ്റ്. എൻറ്റാങ്കിൾ ക്വാണ്ടം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ വളരെ ദൂരെയാണെങ്കിൽ പോലും ഈ എൻറ്റാങ്കിൾ പെയറിലുണ്ടാവുന്ന ഓരോ പാർട്ടിക്കിളിലും വരുന്നൊരു മാറ്റം മറ്റേ പാർട്ടിക്കിളിലും റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് ഈ 2 കണികൾ എത്ര ദൂരെയാണെങ്കിലും ഒരു പാർട്ടിക്കിളിൽ വരുന്ന മാറ്റം മറ്റേ പാർട്ടിക്കിളിലും റിഫ്ലക്റ്റ് ചെയ്യും.
അതായത് വാട്ട് ഹാപ്പൻസ് ടു വൺ പാർട്ടിക്കിൾ ഇൻ ആൻ എൻടാങ്കിൾഡ് പെയർ ഡിറ്റർമിൻസ് വാട്ട് ഹാപ്പൻസ് ടു അതർ ഈവൺ ഇഫ് ദേ ആർ റിയലി ടു അപ്പാർട്ട് ടു എഫക്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഫിസിക്സിലെ നൊബേൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയൊന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ്ബറ്റോസിൻ്റെ സീലിംഗ് ചെയ്തു അല്ലേ. അപ്പോൾ ക്ലോസർ, ജോൺ ഓഫ് ക്ലോസർ, ആസ്ബറ്റോസിൻ്റെ അലൈൻ ആസ്പെക്റ്റ്, അതുപോലെ തന്നെ സീലിംഗ് ചെയ്തു സെലിംഗർ, ആൻറ്റൺ സെലിംഗർ. അപ്പോൾ ഫിസിക്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. മഴയും ടെമ്പറേച്ചറും ഇതൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഓർക്കേണ്ട വേറെ 2 ടേംസ് ഏതൊക്കെയായിരുന്നു? ക്വാണ്ടം മെക്കാനിക്സ്, അതേപോലെ തന്നെ എൻടാങ്കിൾ ക്വാണ്ടം സ്റ്റേറ്റ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. എൻടാങ്കിൾ ക്വാണ്ടം സ്റ്റേറ്റ്, ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസ് എന്നീ ടേംസുകളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നുള്ളൂ കേട്ടോ. അടുത്ത് നമുക്ക് കെമിസ്ട്രിയിലെ 2022 വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആരൊക്കെയാണ്? കാരോളിൻ ബെർട്ടോസി, USA കാരനാണ്. മോർട്ടൻ മെൽഡൽ, ഡെൻമാർക്കാണ്. ബാരി ഷാർപ്ലെസ് കേട്ടോ, USA കാരനാണ്. ഓക്കെ, ആരൊക്കെയാണ്? കാരോളിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, ബാരി ഷാർപ്ലെസ്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈ കരോള് വീട്ടിൽ വരില്ലേ, കരോള്, ആ കരോളിനകത്ത് മോർ ദാൻ 10 ആൾക്കാരുണ്ടായിരുന്നു എന്ന് ആലോചിക്കുക കേട്ടോ. നമ്മുടെ കരോളിനകത്ത് മോർ ദാൻ 10 ആൾക്കാരുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ അവരുടെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കാശ് ഇങ്ങനെ വാരി കൊടുക്കും എന്ന് ആലോചിക്കുക. കാശ് വാരി കൊടുക്കുന്ന ആലോചിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ കരോളിനെയൊക്കെ കാണാൻ നല്ല രസമല്ലേ, ആ ഒരു പരിപാടിയൊക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് രസതന്ത്രമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇനി ഞാൻ ആ കണക്ഷൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ പറഞ്ഞ കരോളാണ് നമ്മുടെ കാരോളിൻ. പിന്നെ മോർ ദാൻ 10 ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മോർട്ടൻ, പിന്നെ നമ്മൾ എന്താ കൊടുക്കുക? കാശ് വാരി കൊടുക്കും, അതാണ് നമ്മുടെ ബാരി. ഓക്കെ, കിട്ടിയല്ലോ. കാരോളിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, ബാരി ഷാർപ്ലെസ്. ഇനി കരോള് വരുന്നത് എങ്ങോട്ടാ? നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് അല്ലേ. അസ് എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാമല്ലോ. അപ്പോൾ USA അസ് എടുക്കട്ടോ. അപ്പോൾ USA കിട്ടും. മോർട്ടൻ മെൽഡൽ, മോർ ദാൻ 10, അല്ലെങ്കിൽ 10 എന്നൊക്കെ പറയുമ്പോൾ നമ്പർ അല്ലേ, അതും നമുക്ക് മാർക്കുമായിട്ടൊന്ന് കണക്ട് ചെയ്തൂടെ. അപ്പോൾ നമുക്ക് ഡെൻമാർക്ക് അവിടെ ആലോചിക്കാൻ പറ്റും. പിന്നെ ബാരി ഷാർപ്ലെസ്, നമ്മളല്ലേ കാശ് ഇങ്ങനെ വാരി കൊടുക്കുന്നത്, വാരി കൊടുക്കുന്ന നമ്മളല്ലേ. അപ്പോൾ അസ് എന്നുള്ള രീതിയിൽ USA നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പേര് മറക്കണ്ട കേട്ടോ. കാരോളിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, ബാരി ഷാർപ്ലെസ്. ഇനി ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ്, ക്ലിക്ക് കെമിസ്ട്രിയും അതേപോലെ തന്നെ ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലെയും സംഭാവനകൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലെയും സംഭാവനകൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മരുന്നുകളുടെയും പോളിമറുകളുടെയും ഉൽപ്പാദനം, ജനിതക മാപ്പിംഗ്, നാനോ കെമിസ്ട്രി എന്നീ മേഖലകളിൽ നിർണായകമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഇവർ സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റാണ് കേട്ടോ. കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചും ശാഖയൊന്നുമല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് എ കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബാരി ഷാർപ്ലെസ് ആണ്. ഓക്കെ, 2001 അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി എന്താണ് ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോയിൽ കൊടുത്തേക്കുന്ന പോലെ കേട്ടോ, ഇപ്പോൾ നമ്മുടെ ബാഗിൻ്റെ 2 ക്ലിപ്പ് തമ്മിൽ യോജിപ്പിക്കുന്ന അത്രയും സിമ്പിളായിട്ട് നമുക്ക് 2 മോളിക്യൂൾ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം ഫോർവേഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ബാഗിൻ്റെ 2 ക്ലിപ്പ് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് വരില്ലേ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത് കേട്ടോ, ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വെറുതെ ഒരു എക്സാമ്പിളാണ് കേട്ടോ, ശരിക്കല്ല. ഇപ്പോൾ വെള്ളം തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. വെള്ളത്തിനകത്ത് എന്തൊക്കെയാണുള്ളത്? 2 ഹൈഡ്രജൻ്റെ ആറ്റം ഉണ്ട്, 1 ഓക്സിജനും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് നമുക്കിങ്ങനെ ബിൽഡ് ചെയ്യുന്ന പോലെ ഈ 2 ഹൈഡ്രജനെയും ഓക്സിജനൊക്കെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെള്ളം കിട്ടുകയാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കാം. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ആലോചിക്കില്ലേ, നമുക്കിങ്ങനെ വെറുതെ 2 ഹൈഡ്രജനും ഓക്സിജനൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെന്നൊക്കെ നമ്മൾ ആലോചിക്കില്ലേ. അതേപോലെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ബൈ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഈ ഒരു ക്ലിക്ക് കെമിസ്ട്രീനകത്ത്. റിയാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് നടക്കുകയും ചെയ്യും, ബൈ പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാവുന്നുമില്ല. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത്, ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ക്ലിക്ക് കെമിസ്ട്രി. അപ്പോൾ വെള്ളത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അതല്ല ശരിക്കുള്ള എക്സാമ്പിൾ. അതേപോലെ തന്നെ കെമിസ്ട്രി രംഗത്ത് ഈ ഒരു കൺസെപ്റ്റ്, ഈ ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ് വൻ ചർച്ചയാവുകയും അതിനുശേഷം നമ്മുടെ 2ാമത്തെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള മോർട്ടൻ മെൽഡൽ കേട്ടോ, അദ്ദേഹം ആണ് ഇതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് വിജയിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ മോളിക്യൂൾസ് തമ്മിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് കോപ്പറാണ്. ഹ്യൂമൻ ബോഡിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ബോഡിയിലൊന്നും നമുക്ക് ഇതേപോലെ മോളിക്യൂൾസിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ക്ലിക്ക് കെമിസ്ട്രിയുടെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് കാരോളിൻ ബെർട്ടോസി കേട്ടോ. ആരാണ്? നമ്മുടെ 3ാമത്തെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള കാരോളിൻ ബെർട്ടോസി. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ക്ലിക്ക് കെമിസ്ട്രിയുടെ തന്നെ വേറൊരു രൂപമാണ് നമ്മുടെ ബയോ ഓർത്തോണൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി അതിലെന്താ പറയണതെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ബയോ ഓർത്തോണൽ കെമിസ്ട്രീനകത്ത് ജീവജാലങ്ങളിൽ ഉപയോഗിക്കാൻ പാകത്തിൽ വികസിപ്പിക്കുകയാണ് ബെർട്ടോസി ചെയ്തത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഈ കോപ്പർ നമുക്ക് ജീവജാലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ജീവജാലങ്ങളിൽ ഉപയോഗിക്കാൻ പാകത്തിൽ വികസിപ്പിക്കുകയാണ് ബെർട്ടോസി ചെയ്തത്. അതുകൊണ്ടാണ് ആ ജീവജാലങ്ങൾ, ബയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അവിടെ വന്നത് കേട്ടോ, ബയോ ഓർത്തോണൽ കെമിസ്ട്രി. പിന്നെ ഇത് മെയിനായിട്ട് ഈ ഷുഗർ മോളിക്യൂൾസിലൊക്കെയാണ് ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോപ്പറിന് പകരം ഇവിടെ ഓർത്തോഗണൽ സ്ട്രക്ചറിലൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി നമുക്ക് ഈ അർബുദത്തിൻ്റെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലും അതുപോലെ തന്നെ ഈ സെല്ലിൽ ഈ ഓർത്തോഗണൽ സ്ട്രക്ചേഴ്സ് ബൈൻഡ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ ഓർത്തോഗണൽ സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു പിഗ്മെൻറ്റേഷൻ കൊടുക്കും, ഒരു ചെറിയൊരു കളർ കൊടുക്കും. എന്നിട്ട് ഈ സെൽസ് സ്പ്രെഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ നോക്കിയിട്ട് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം കിട്ടുന്ന 8ാമത്തെ വനിത കൂടിയാണ് കാരോളിൻ ബെർട്ടോസി എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത് നമുക്ക് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ നോക്കാം. സാഹിത്യത്തിലെ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ആനി എർണോക്സിനാണ്. ആർക്കാണ്? ആനി എർണോക്സ്. ഓക്കെ, അപ്പോൾ സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ആനി എർണോക്സിന് ലിറ്ററേച്ചറിലാണ് കിട്ടിയിട്ടുള്ളത്, സാഹിത്യത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫ്രഞ്ചും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, ലാംഗ്വേജ് അങ്ങനെ ഫ്രഞ്ചുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ആദ്യ ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ആനി എർണോക്സ്. ഗർഭചിത്രാവകാശം പോലെയുള്ള മനുഷ്യാവകാശ വിഷയങ്ങൾ തുറന്നെഴുതി കേട്ടോ. ഗർഭചിത്രാവകാശം പോലെയുള്ള മനുഷ്യാവകാശ വിഷയങ്ങൾ തുറന്നെഴുതി. 1974 വിശദീകരിക്കപ്പെട്ട ആത്മകഥാപരമായിട്ടുള്ള നോവലാണ് ക്ലീൻഡ് ഔട്ട്. അതായിരുന്നു അവരുടെ ആദ്യ കൃതി കേട്ടോ. ഏതാണ് ആദ്യത്തെ കൃതി? ക്ലീൻഡ് ഔട്ട്. ഇനി ബാക്കിയുള്ള കൃതികൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം, ഒന്ന് കേട്ടുപോയാൽ മതി. ദ ഇയേഴ്സ് ഹാപ്പനിങ്, എ ഗേൾ സ്റ്റോറി, ഗെറ്റിംഗ് ലോസ്റ്റ്, എ മാൻസ് പ്ലേസ്, എ വുമൺ സ്റ്റോറി, സിമ്പിൾ പാഷൻ. അപ്പോൾ ഗേൾ സ്റ്റോറി ഉണ്ട്, വുമൺ സ്റ്റോറി ഉണ്ട്. പിന്നെ മാൻ്റെ പ്ലേസ്, എ മാൻസ് പ്ലേസ്, ഗെറ്റിംഗ് ലോസ്റ്റ്, സിമ്പിൾ പാഷൻ, ദ ഇയേഴ്സ് ഹാപ്പനിങ്. ഓക്കെ, ഇനി നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇസ് അവാർഡഡ് ബൈ സ്വീഡിഷ് അക്കാഡമി സ്റ്റോക്ക്ഹോം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വീഡിഷ് അക്കാഡമി സ്റ്റോക്ക്ഹോം കേട്ടോ. ഇനി 2022 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് എലസ് ബിയാലിറ്റ്സ്കിക്കും അതുപോലെ തന്നെ 2 സംഘടനകൾക്കാണ് കേട്ടോ. റഷ്യൻ മനുഷ്യാവകാശ സംഘടനയും ആയിട്ടുള്ള മെമ്മോറിയലും യുക്രൈനിലെ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. ആ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഒന്ന് എം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല, അതാണ് മെമ്മോറിയൽ കേട്ടോ. അത് റഷ്യൻ മനുഷ്യാവകാശ സംഘടനയാണ് മെമ്മോറിയൽ. യുക്രൈനിലെ മനുഷ്യാവകാശ സംഘടനയാണ് സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. ഓക്കെ, ഇനി ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമാധാനം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, സമാധാന പുരസ്കാരമല്ലോ. അപ്പോൾ സമാധാനം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ALS ഒക്കെ ചെറ്റില്ലേ, അങ്ങനെ നമുക്ക് LS ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ALS-ഉമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തെ തുടർന്ന് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് തടവിൽ കഴിയുകയായിരുന്നു അഭിഭാഷകനായിട്ടുള്ള എലസ് ബിയാലിറ്റ്സ്കി കേട്ടോ. വിയാസന, അതായത് വസന്തം എന്ന മനുഷ്യാവകാശ സംഘടനയുടെ സ്ഥാപകനും കൂടിയാണ് കേട്ടോ, 1996. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മെമ്മോറിയൽ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സംഘടനയാണ് അല്ലേ. നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ആൻഡ്രൂ സക്കറോവും മനുഷ്യാവകാശ പ്രവർത്തക സ്വെറ്റ്ലാന ഗണുഷ്കിനെയും ചേർന്ന് 1987 രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് മെമ്മോറിയൽ. അപ്പോൾ ആ 2 വ്യക്തികളുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആരൊക്കെയാണ്? ആൻഡ്രൂ സക്കറോവും സ്വെറ്റ്ലാന ഗണുഷ്കിന. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഒരു സഖാവിനെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ, സഗറോവ്. അപ്പോൾ സഖാവൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ മെമ്മറി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ, മെമ്മോറിയലാണ്. അപ്പോൾ സഖാവ് മരിച്ചത് ഒരു ഗണ്ണ് വെച്ചിട്ടാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഗണുഷ്കിന. ഓക്കെ, സ്വെറ്റ്ലാന ഗണുഷ്കിന. ഇവർ ചേർന്നിട്ട് 1987 രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് മെമ്മോറിയൽ. റഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന കൂടിയാണ് കേട്ടോ, റഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന. ആൻഡ്രൂ സഖറോവിന് നൊബേൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് 1975 കേട്ടോ. നൊബേൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് 1975 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ സോവിയറ്റ് ന്യൂക്ലിയറിൻ്റെ ഫിസ്റ്റ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ദ ഫാദർ ഓഫ് സോവിയറ്റ് ഹൈഡ്രജൻ ബോംബ് എന്നും അറിയപ്പെട്ടിരുന്നു കേട്ടോ. ഇനി അടുത്ത സംഘടന ഏതാണ്? സിവിൽ ലിബർട്ടീസിൻ്റെ അല്ലേ, സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. 2007 കീവിൽ രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ സൈന്യം നടത്തുന്ന യുദ്ധങ്ങൾ കണ്ടെത്തി അത് പുറം ലോകത്തെ അറിയിച്ചു എന്നതിനാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ സൈന്യം നടത്തുന്ന യുദ്ധങ്ങൾ കണ്ടെത്തി അത് പുറം ലോകത്തെ അറിയിച്ചു. അടുത്ത് നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാന്ന് നോക്കാം. 1 ബെന്നസ് ബെർണാക്കെ, ഡൊഗ്ലാസ് W. ഡയമണ്ട്, ഫിലിപ്പ് H. ഡ്യുബിഗ്. അങ്ങനെ 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ബെൻസ് കാർ ആലോചിക്കാം അല്ലേ, ബെൻസ് ഉണ്ട്. പിന്നെ ഡയമണ്ടിൻ്റെ ഗ്ലാസ് ഉണ്ടെന്ന് ആലോചിക്കാം, ഡൊഗ്ലാസ് W. ഡയമണ്ട്, ഗ്ലാസ് ഡയമണ്ട്. പിന്നെ നമ്മൾ പറയില്ലേ നല്ല സാമ്പത്തികമുള്ള ആൾക്കാരാണെങ്കിലോ വലിയ ആളാണെന്നൊക്കെ പറയില്ലേ, ബിഗ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അതാണ് ഡ്വിബിഗ് എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ, ഫിലിപ്പ് H. ഡ്യുബിഗ്. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ.
അതേപോലെ തന്നെ ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2022 നൊബേൽ സമ്മാനമാണ് ഇവർ നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചും ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന് റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2022 നൊബേൽ സമ്മാനമാണ് ഇവർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടെ നമുക്കൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഒറ്റ ഒരാൾക്കാണ്. ആർക്ക് കിട്ടിയിട്ടുള്ള? സ്വാൻറ്റോ പേബോ അല്ലേ. അപ്പോൾ പേവിഷം, മെഡിസിൻ, വൈദ്യശാസ്ത്രവുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. സ്വാൻറ്റോ പേബോ സ്വീഡിഷുകാരനാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പേവിഷം വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതേപോലെ തന്നെ പാലിയോജെനോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് മൈൻഡിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഏതായിരുന്നു? നിയാണ്ടർതാലുകളുടെ ജനിതക ഘടന വിവരിച്ചു. ഡെന്നിസോവ മനുഷ്യവംശത്തെ കണ്ടെത്തി. ആ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഫിസിക്സിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? ജോൺ ക്ലോസർ, അലൈൻ ആസ്പെക്റ്റ്, ആൻറ്റൺ സിലിംഗർ. നമ്മളിങ്ങനെയാണ് നമ്മുടെ കോഡായിരുന്നത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ബറ്റോസിൻ്റെ സീലിംഗ് ചെയ്യണം അല്ലേ, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മഴയും വെയിലൊക്കെ വരും. അപ്പോൾ ഫിസിക്സ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതിൽ ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസും ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പറയുന്നുണ്ട്. എൻറ്റാങ്കിൾഡ് ക്വാണ്ടം സ്റ്റേറ്റ് കേട്ടോ, എൻറ്റാങ്കിൾഡ് ക്വാണ്ടം സ്റ്റേറ്റ്. ഓക്കെ, അടുത്ത കെമിസ്ട്രിയിൽ 3 പേർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? കാരോളിൻ ബർട്ടോസി, മോർട്ടൻ മെൽഡൽ, ബാരി ഷാപ്ലസ്. നമ്മളെങ്ങനെയാണ് കണക്ട് ചെയ്തിരുന്നത്? കാരോളിനകത്ത് 10 പേരുണ്ട്. നമ്മൾ കാശ് വാരി കോരി കൊടുക്കും അല്ലേ, വാരി കൊടുക്കും. അപ്പോൾ കാരോളിൻ ബർട്ടോസി, മോർട്ടൻ 10 പേരുണ്ട്, മോർട്ടൻ മെൽഡൽ, വാരി, അപ്പോൾ ബാരി ഷാപ്ലസ്. ഓക്കെ, ക്ലിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തോണൽ കെമിസ്ട്രി, ഇതൊന്നും തെറ്റിക്കരുത് കേട്ടോ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യം പറഞ്ഞു അല്ലേ. ആനി എർണോക്സനാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ ഫ്രഞ്ച് എഴുത്തുകാരിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കട്ടോ, ആദ്യത്തെ ഫ്രഞ്ച് എഴുത്തുകാരി. പിന്നെ അതിൻ്റെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത്, ആദ്യ കൃതി എന്ന് പറയുന്നത് ക്ലീൻഡ് ഔട്ട് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് അലസ് ബിയാലിയറ്റ്സ്കിക്കും അതുപോലെ തന്നെ 2 സംഘടനയ്ക്കാണ് അല്ലേ. റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള മെമ്മോറിയലും യുക്രൈനിലെ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. പിന്നെ നമ്മുടെ ലാസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം അല്ലേ. സാമ്പത്തിക ശാസ്ത്രത്തിൽ 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് ബെൻസ് പറഞ്ഞു അല്ല, ബെന്നസ്, ഡോഗ്ലാസ് ഡയമണ്ട്, പിന്നെ ഫിലിപ്പച്ച് ഡി ബിഗ് അല്ലെ, ബിഗ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ള. എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കമൻറ്റ് ചെയ്യണേ മറക്കരുത്. കാരോളിൻ ബർട്ടോസി ഓക്കെ ഏതിലാണ് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്? ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.